ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിസ്ഥിതി ദിന ക്വിസ് പഠിച്ചാലോ? കൂടാതെ ഈ വീഡിയോയുടെയും അവസാനത്തിൽ നിങ്ങൾക്കായി തരുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ആദ്യം കമൻറ്റ് ചെയ്യുന്നവരുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNEP. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഡെറാഡൂൺ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം പഞ്ചാബ്. ഇന്ത്യയിലെ ആദ്യ ജൈവ കൃഷി സംസ്ഥാനം ഏതാണ്? ഉത്തരം സിക്കിം. പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിരീതി ഏതാണ്? ഉത്തരം പെർമാകൾച്ചർ. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യൂജിൻ പിയോട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. 2020 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം കൊളംബിയ. 2021 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം പാകിസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏത്? ഉത്തരം ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം. കാടെവിടെ മക്കളെ, ഇത് ആരുടെ വരികൾ? ഉത്തരം അയ്യപ്പ പണിക്കർ. കേരളത്തിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം KK നീലകണ്ഠൻ അഥവാ ഇന്ദുചൂടൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂർ. പരിസ്ഥിതി ഗ്രന്ഥമായ നിശബ്ദ വസന്തം രചിച്ചതാര്? ഉത്തരം റേച്ചൽ കഴ്സൺ. 2024 എത്രാമത് പരിസ്ഥിതി ദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 51ാമത് പരിസ്ഥിതി ദിനം. ഇന്ത്യ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച വർഷം? ഉത്തരം 2018. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമ്പോൾ എത്രാമത്തെ പരിസ്ഥിതി ദിനമാണ് ആഘോഷിച്ചത്? ഉത്തരം 45ാമത് പരിസ്ഥിതി ദിനം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം? ഉത്തരം 1996. വനമഹോത്സവം തുടക്കം കുറിച്ചത് ആര്? ഉത്തരം KM മുൻഷി. വനമഹോത്സവം തുടക്കം കുറിച്ച വർഷം? ഉത്തരം 1950. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം കല്ലേൻ പൊക്കുടൻ.
ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നതാരാണ്? ഉത്തരം സലിം അലി. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 28. ഹരിത വിപ്ലവം ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം? ഉത്തരം മെക്സിക്കോ. ലോക വനദിനം എന്നാണ്? ഉത്തരം മാർച്ച് 21. ലോകത്തിലെ ഏറ്റവും വലിയ സസ്യോദ്യാനം ഏതാണ്? ഉത്തരം റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇനി അവസാനത്തെ ചോദ്യം. ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം വനങ്ങളെ. ഇനി നിങ്ങൾക്കായൊരു ചോദ്യം. കീടനാശിനിയായി ഉപയോഗിക്കുന്ന സസ്യം ഏതാണ്? കീടനാശിനിയായി ഉപയോഗിക്കുന്ന സസ്യം? ഇതിന്റെ ഉത്തരം അറിയുന്നവർ മറക്കാതെ കമന്റ് ചെയ്യുമല്ലോ. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ.